ഉർവശി ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മോര് 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 വേണോ? നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്ക്. ഒയ്യോ, പത്രികകള സാർ, ഉള്ളൊഴുക്ക്. ഞങ്ങൾക്ക് 2 പേർക്കും ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് ഞങ്ങൾക്കത് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. ഉർവശിയായിട്ട് ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഉർവശിക്കും അത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഒരുപാട് സന്തോഷം. ഇതിനിടയ്ക്ക് പഞ്ചതന്ത്രം പോലെയുള്ള സിനിമകൾ തമിഴിൽ ചെയ്തു, ഒരു ആന്തോളജി മൂവി ചെയ്തു, പുത്തൻ പുതുക്കാലൈ. പക്ഷേ അതിനേക്കാളൊക്കെ നായകനും നായികയുമായിട്ട് തന്നെ 10-20 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നു. അത് മാക്സിമം പാണ്ഡ്യരാജ് സാർ യൂട്ടിലൈസ് ചെയ്തു. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉർവശിയുടെ ഓരോ റിയാക്ഷനുകളും തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ ആണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ളത്. പണ്ടും അതെ, ഉർവശിയുടെയൊക്കെ പല റിയാക്ഷനും ഞാൻ ചിരിച്ച് ഒരുപാട് ടേക്കുകൾ മലയാളത്തിലും വരാറുണ്ട്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചത്. 10 ടേക്ക് 12 ടേക്ക് കഴിയുമ്പോൾ പാണ്ഡ്യരാജ് സാറിന് ഞാൻ സോറി പറയും. എനിക്കത് നേരിട്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഈ 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ടീസർ കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ ഇപ്പൊ പാണ്ഡ്യ സാറ് പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വെക്കുമ്പോൾ ജയറാമേട്ടൻ്റെ ചിരിയാണ്, ഇപ്പുറം വെക്കുമ്പോൾ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്ന ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉർവശിയുടെ അടുത്ത് പറയും ഇത് ചെയ്യണോ? അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ചിരിയായിരുന്നു. ശശി എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാനും ജയറാമും അഭിനയിച്ചു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ എളുപ്പമാണെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് കൗണ്ടർ കൊടുത്താൽ ഉടനെ ജയറാമേട്ടൻ കൗണ്ടർ കൊടുക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് വെച്ചാൽ ജയറാമേട്ടൻ്റെ പേരാണ് എൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഈ സിനിമയോട് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇതിനു മുമ്പുള്ള സിനിമയ്ക്ക് മനസ്സിലാവും. ജയറാമേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഉർവശി ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയണ മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോൾ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കാം. ഉർവശിയെ പറയുന്നത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്ലീസ് ചെയ്യൂ. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10ഉം ഒരേ മരിയിക്കില്ല, 10ഉം വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ് സാറിന് അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഉർവശി എന്നെ കുടിക്കറേങ്ക കോഫി ടീ എതുവും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല. മോര് വേണോ? മോര് അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് തന്നെ പറയും. അത് 10 ടൈപ്പിൽ അവർ ചെയ്യുന്നത് അത് അറിയാം കൃത്യമായിട്ട്. അപ്പം അതുകൊണ്ട് കട്ടിയാതെ വൺമോർ പറഞ്ഞുകൊണ്ടേയിരിക്കും. 20 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിങ്ങൾ 2 പേരും. അപ്പം ഒരു സ്റ്റേജിൽ ഇപ്പം കണ്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് കൂടുന്നവരും എല്ലാ ആക്ടേഴ്സ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉർവശേഷി കണ്ടതിൽ ഏറ്റവും ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ആക്ടിങ്ങിലായാലും ഓൾസോ ജയറാമേട്ടനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഉർവശേഷിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും?
ഇതുവരെ കണ്ടതിൽ? ഇപ്പോൾ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്കുകൾ, ഒയ്യോ, പത്രികകള സാർ, ഉള്ളൊഴുക്ക്, ഒയ്യോ, എന്താണ് പെർഫോമൻസ് ആയിട്ട്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ്, പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതൊരു ഇങ്ങനെ അതിശയം പോലെ നോക്കിയിരിക്കും. അങ്ങനെ എത്രയോ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും, ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി, ഒരു പ്രാവശ്യം കൂടി എടുക്കാം. കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെ എൻജോയ് ചെയ്യുന്ന ഓരോന്ന്. ഇതിനകത്തൊരു ഹിഡൻ, സാർ നേരത്തെ പറഞ്ഞതാണ്, പകുതി കഥ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബാക്കി പറയണമെന്നില്ല, എന്നാ തുടങ്ങുന്നത്, നമുക്കിത് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് വേണം, ഉർവശി ഒന്ന് ചോദിക്കാൻ വെക്കാറുണ്ട്. പുള്ളി പറഞ്ഞു ഓൾറെഡി ഉർവശി എടുത്താണ് സംസാരിച്ചത്, ഉർവശി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഉർവശി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാണ്ഡ്യരാജ് സാറിൻ്റെ സിനിമ കേട്ടോ ചോദിച്ചു. കേട്ടു, ആ കഥ ഒന്നുകൂടി പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ലേ കേട്ടത്, ഇന്നലെയല്ലേ കേട്ടത്, പിന്നെ എന്താ എൻ്റെ അടുത്ത് പിന്നെയും പറയാൻ പറയുന്നത്. അല്ല, എൻ്റെ അടുത്ത് ആരോ വന്ന് 2-3 കഥ പറഞ്ഞു, അതിൽ ഏതാണ് പാണ്ഡ്യരാജ് സാർ പറഞ്ഞ കഥ, ഒന്നുകൂടി പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കഥ അങ്ങോട്ട് ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇതിനകത്തൊന്നും ഹ്യൂമർ ചെയ്യേണ്ടി വന്നില്ല. എല്ലാം അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും.